ഹലോ, ഇറ്റ്സ് മീ ഹഫ്സ. ഇന്ന് നിങ്ങൾക്കൊരു നോമ്പ് തുറ വീഡിയോ കാണാം. അതായത് എൻ്റെ ഫ്രണ്ട്സ്, നമ്മുടെ നെയ്ബേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സ് കൂടിയിട്ട് ഒരു നോമ്പ് തുറ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പോവാം. ഓക്കേ. അപ്പോൾ നോമ്പ് തുറയ്ക്ക് വേണ്ടി ഞാൻ കൊണ്ടുപോകുന്നത് സമൂസയാണ്, ചിക്കൻ സമൂസയാണ്. പിന്നെ നമുക്ക് ഏറ്റവും എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റിയ മേക്കറുള്ളപ്പം നമ്മൾ പിന്നെ അത് മാത്രമല്ലേ ചൂസ് ചെയ്യുള്ളൂ. ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നാക്കുന്നതുകൊണ്ട് തന്നെ സമൂസയാണ് ചൂസ് ചെയ്തത്. അങ്ങനെ ചിക്കൻ സമൂസ റെഡിയായി. ഇനി അടുത്ത സ്റ്റെപ്പായ തിളച്ച എണ്ണയിലേക്ക് മുക്കി പൊരിക്കുക എന്നുള്ള സ്റ്റെപ്പിലേക്ക് കടന്നു. അങ്ങനെ സമൂസയെ നമ്മൾ മുക്കി പൊരിച്ചെടുത്തു. അങ്ങനെ പാത്രത്തിലേക്ക് മാറ്റി സമൂസ റെഡിയായി. അങ്ങനെ നമ്മൾ പോവാനും റെഡിയായി. അപ്പം അതിലേക്ക് ഓരോരുത്തർ ഓരോ കടികൾ പ്ലാൻ ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്. അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് സമൂസയാണ്. കാണാലോ സമൂസ. അപ്പം ഇൻഷാ അല്ലാ അങ്ങനെ നോമ്പ് തുറ വീഡിയോ ആയിട്ട് കാണാം. പോവാന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും കുറച്ച് ദൂരെയാണെന്ന്. അങ്ങനെയല്ല, എൻ്റെ വീട്ടിന് തൊട്ടിപ്പുറത്ത് തന്നെയാണ് അവളെ വീട് വരുന്നത്. അവിടെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെയും നമ്മൾ ബത്തക്ക ജ്യൂസ് ആൻഡ് ചിക്കു ഷേക്കാണ്. ചിക്കു ഷേക്കൊക്കെ അടിച്ചതിന് ശേഷമാണ് നമ്മൾ ബൂസ്റ്റ് മിക്സ് ചെയ്യാൻ. അങ്ങനെ ബൂസ്റ്റും കൂടെ ഇട്ട് അതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുത്തു. പിന്നെ എല്ലാവരും കടികളൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ കടികളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഓരോരുത്തരും ഓരോ കടികളാണ് പറഞ്ഞിട്ടുണ്ടായത്. പറഞ്ഞതുപോലെ എല്ലാവരും പറഞ്ഞ സാധനങ്ങൾ തന്നെ കൊണ്ടുവന്നു. അങ്ങനെ കടികളൊക്കെ നിരത്തി വെച്ചു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ക്യാരറ്റ് പോള, മാഗി മാസ്, ചിക്കൻ റോള്, ഉന്നക്കായ, സമൂസ, മധുരട, അങ്ങനെ ഐറ്റംസ് എല്ലാം ഉണ്ടായിട്ടുണ്ട്. ഒന്ന് എത്ര കടികൾ പറഞ്ഞെന്നുള്ള കമൻറ്റ് നിങ്ങൾ അറിയിക്കുക. ഞാൻ എന്തായാലും എണ്ണീറ്റില്ല, നിങ്ങൾ എണ്ണീറ്റൊന്ന് കമൻറ്റിലൂടെ അറിയിച്ചോ. പിന്നെ ആ കാണുന്നതാണ് എനിക്ക് കിട്ടിയ ഒരു പ്ലേറ്റ്. അങ്ങനെ അൽഹംദുലില്ലാ നമ്മൾ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചു. അതിനുശേഷം നമ്മൾ ബാങ്കിന് വെയിറ്റ് ചെയ്തു. അങ്ങനെ ബാങ്ക് കൊടുത്തപാട് നമ്മൾ വേഗം നോമ്പൊക്കെ മുറിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞു. നിസ്കാരത്തിന് ശേഷം നമ്മൾ കുറച്ച് ഗെയിംസ് കളിച്ചു. അതായത് നമ്മളെ ഫ്രണ്ട്സാണ് അയൽവാസികളായിട്ടുള്ളത്. അപ്പോൾ നമ്മളൊന്ന് ചെറിയ ആ ഒരു സമയം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പണ്ടേ കളിച്ചുകൊണ്ടിരുന്ന പോലീസും കള്ളനും, പിന്നെ അതുപോലെ പേര് രാജ്യം, അതെല്ലാം നമ്മളെ കണ്ണൂർക്കാരുടെ മെയിൻ കളിയാണ്. നിങ്ങൾക്ക് അങ്ങനത്തെ കളി ഇഷ്ടമാണെങ്കിലും നിങ്ങളതുപോലത്തെ കളി കളിച്ചിട്ടുണ്ടെങ്കിലും കമൻറ്റിലൂടെ അറിയിക്കട്ടോ. പിന്നെ നമ്മൾ ചിക്കൻ ഷവായി, ലൊട്ടക്കച്ച്, പിന്നെ ചിരണ്ടി, ഈ 3 സംഭവങ്ങൾ നമുക്കൊരു ബ്രദർ ഫ്രീ ആയി വാങ്ങിച്ചു തന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ ആയിരുന്നു. നമ്മൾ നോമ്പ് തുറ വെച്ച് കഴിഞ്ഞാൽ അതിലൊരു ട്രീറ്റ് എന്ന നിലയിൽ നമുക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. താങ്ക് യു ഫോർ. പിന്നെ അങ്ങനെ നമ്മളതൊക്കെ കഴിച്ചു. ഇത് അർഷിയാണ് മിക്സ് ചെയ്യുന്നത്. അർഷി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കഴിയുകൊണ്ട് മിക്സ് ചെയ്തത് മാത്രം നിങ്ങൾ കഴിച്ചാൽ മതിയെന്ന്. അങ്ങനെ കച്ച് കഴിച്ചു. പിന്നെ നമ്മൾ ചിരണ്ടിയും കൂടെ കഴിച്ചു. അങ്ങനെ അൽഹംദുലില്ലാ റാഹത്തായി. എല്ലാവരും ബായ് പറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോയ സമയത്ത് കാണുന്നു മസാലപ്പുട്ടാണ് ഇന്ന് രാത്രിത്തെ ഫുഡായിട്ട്. അങ്ങനെ ഉമ്മാൻ്റെ സ്പെഷ്യൽ മസാലപ്പുട്ടും കഴിച്ചു. മസാലപ്പുട്ടിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റിലൂടെ അറിയിച്ചു പറഞ്ഞുതരാം കേട്ടോ. ഒരു വീഡിയോ ചെയ്യാം. അങ്ങനെ അതിനുശേഷം കാണുന്നു പാൽപ്പായസം. അങ്ങനെ പാൽപ്പായസം കൂടെ കുടിച്ചു. അൽഹംദുലില്ലാ എല്ലാം റാഹത്തായി കഴിഞ്ഞുകൂടി. അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ അങ്ങ് തീർന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഇതുപോലെ ഒരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.